ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് 3ാം ക്ലാസ് ഫിഖ്ഹുൽ ഇസ്ലാമിലെ 2ാമത്തെ ചാപ്റ്റർ ഹുദൂ സീനത്തക്കും എന്ന പാഠഭാഗത്തിൻ്റെ റിവിഷനുമായിട്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുദൂ സീനത്തക്കും, 2ാമത്തെ ചാപ്റ്റർ ഹുദൂ സീനത്തക്കും, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, ഭംഗി സ്വീകരിക്കുക എന്നതാണ് അവിടെ അർത്ഥം പറയുന്നത്. അപ്പൊ എന്താണ് പാഠം വായിക്കാൻ ശ്രദ്ധിക്കുക. ചില വിദ്യാർത്ഥികളുടെ വസ്ത്രധാരണത്തിൽ അപാകത ശ്രദ്ധപ്പെട്ട ഉസ്താദ് അസംബ്ലി വിളിച്ചു. മദ്രസയിലെ ചില കുട്ടികൾ വസ്ത്രം ധരിച്ചു വന്നപ്പോ അതിൽ പല അപാകതകളും കണ്ടപ്പോ ഉസ്താദ് അസംബ്ലി വിളിച്ചു. കുട്ടികളെല്ലാം അണിയായി നിന്നു. ദുആഇന് ശേഷം ഉസ്താദ് പറഞ്ഞു, ശരിയായി ഔറത്ത് മറയ്ക്കണം. മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം പുരുഷന്റെ ഔറത്ത്. മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗമാണ് പുരുഷന്റെ ഔറത്ത്. ശരീരം മുഴുവനുമാണ് സ്ത്രീയുടെ ഔറത്ത്. സ്ത്രീയുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും സ്ത്രീയുടെ ഔറത്താണ്. ഓക്കെ. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഔറത്ത് മറയ്ക്കണം. നിസ്കാരത്തിലും മറയ്ക്കണം, അല്ലാത്തപ്പോഴും ഔറത്ത് മറക്കണം. മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമാണ് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. നിസ്കരിക്കുമ്പോ സ്ത്രീ അവളുടെ മുഖവും മുൻകൈയും മാത്രമേ പുറത്ത് കാണിക്കാൻ പറ്റുള്ളൂ. നിസ്കാരക്കുപ്പായം കണ്ടില്ലേ, നമ്മളെ മുഖവും മുൻകൈയും മാത്രമല്ലേ പുറത്തേക്ക് കാണുള്ളൂ. അപ്പൊ അതാണ് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്, അതായത് പുറത്ത് കാണിക്കാൻ പറ്റുന്നത് മുഖവും മുൻകൈയും മാത്രാണ്. ഉസ്താദ് കൂട്ടിച്ചേർത്തു എന്ത്? ഒറ്റക്കാണെങ്കിലും ഔറത്ത് പുറത്ത് കാണിക്കരുത് എന്ന് ഉസ്താദ് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ശരീരത്തിന്റെ ആകാരമോ വണ്ണമോ കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത്. അതായത് നമ്മള് സ്ത്രീകള് ടൈറ്റുള്ള വസ്ത്രമൊന്നും ധരിക്കരുത് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അകാരമോ വണ്ണമോ കാണിക്കുന്ന വസ്ത്രം ധരിക്കരുത്. ഇറുകിയതോ ചില ഭാഗങ്ങളിൽ ദോരമുള്ളതോ ആയ പാൻറ്റും ധരിക്കുന്നത് നല്ല സംസ്കാരമല്ല. അതായത് നല്ല ടൈറ്റുള്ള സ്കിന്നി പാൻറ്റോ, പാൻറ്റിന് തന്നെ അവിടെ കീറലൊക്കെ ഇപ്പത്തെ മോഡലില്ലേ, അങ്ങനത്തതൊന്നും ധരിക്കരുത്. പാൻസ് ഒന്നും ധരിക്കരുത്, നല്ല സംസ്കാരമല്ല അതൊന്നും. മനസ്സിലായില്ലേ? അപ്പോ അല്ലാഹു തആലയും റസൂലും ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണമാണ് അതൊക്കെ. ഏത്? ഇറുകിയ പാൻറ്റും സംസ്കാരമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്. ശരീരത്തിന്റെ ആകാരമോ വർണ്ണമോ, വർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേലടിക്കുന്ന വസ്ത്രം. ശരീരത്തില് ചില ഡ്രസ്സുകൾ ഇട്ടാല് നേലടിക്കും. നമ്മള് അടിഭാഗം നമ്മളെ കൈയൊക്കെ പുറത്തേക്ക് കാണും. അങ്ങനത്തെ നൈസായ ഡ്രസ്സ് ഇല്ലേ, സ്ത്രീകളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. ലൈനിങ് ഒന്നും ഇടാത്ത ഡ്രസ്സുകൾ, മനസ്സിലായില്ലേ? അത് നേലടിക്കും. അങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും ധരിക്കരുത് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ജെൻസിന്റെ ഒക്കെ പാന്റ് കണ്ടില്ലേ, ഇപ്പൊ മുട്ടുംകാലുമലൊക്കെ കീറിയ ഓട്ടൊക്കെ ഉള്ള ടൈപ്പ്, അതൊന്നും ധരിക്കരുത്. അത് മൂലൊക്കെ ഔറത്ത് വെളിവാകാൻ ഇടയുണ്ട്. ഔറത്ത് വെളിവാകാൻ ഇടവരുന്ന പക്ഷം നിസ്കാരം ശരിയാവുകയില്ല. ആണുങ്ങൾ അങ്ങനത്തെ പാന്റ് ഒന്നും ഇട്ട് പോയി നിസ്കരിക്കരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ല? സ്ത്രീകൾ പുരുഷ വേഷം ധരിക്കൽ പാടില്ല. സ്ത്രീകളുണ്ടല്ലോ ഇപ്പൊ ജീൻസ് പാന്റും ടീഷർട്ടൊക്കെ ഇടുന്നത്, അത് പുരുഷന്മാരുടെ വേഷമാണ്, അത് ധരിക്കാൻ പാടില്ല. പുരുഷന്മാർ സ്ത്രീയുടെ വേഷവും ധരിക്കാൻ പാടില്ല, അതും ധരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കുന്നതും പുരുഷ സ്ത്രീകളുടെ വേഷം ധരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. എങ്ങനെയുള്ള വസ്ത്രം ധരിക്കേണ്ടത്? നല്ല വൃത്തിയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. വെള്ള വസ്ത്രമാണ് പുരുഷന് ഉത്തമം. വെള്ള വസ്ത്രമാണ് പുരുഷന് ഉത്തമം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം വരലുണ്ട്, വെള്ള വസ്ത്രമാണ് ഉത്തമം ആർക്ക്?
അപ്പൊ എന്താണ് പുരുഷന് ഉത്തമമായ വസ്ത്രം ഏതാണ്? വെള്ള വസ്ത്രമാണ് പുരുഷന് ഉത്തമം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് ചോദ്യം വരൽ എങ്ങനെയാണ്? വെള്ള വസ്ത്രമാണ് ഉത്തമം ആർക്ക്? അപ്പൊ അതിൽ പുരുഷന് എന്നുള്ള ചോദ്യം വരും. ആർക്കാണ് വെള്ള വസ്ത്രം ഉത്തമം ഉള്ളതെന്ന് വെച്ചാൽ പുരുഷന്. പിന്നെ പുരുഷന് ഉത്തമമായ വസ്ത്രം ഏത് ഏത് അങ്ങനെ തിരിച്ചും ചോദ്യം വരും. അപ്പൊ എന്താണ്? വെള്ള വസ്ത്രമാണ്. വെള്ള വസ്ത്രം തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കണേ. വെള്ള കളറായിരിക്കണം എന്നുള്ളൂ കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെട്ടവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഖുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ. നിസ്കാര സമയത്ത് നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. നിസ്കാര സമയത്ത് നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. അപ്പൊ അതാണ് ഫസ്റ്റ് പറഞ്ഞ ഹുദൂ സീനത്തക്കും, നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. അപ്പൊ ഇന്ദ കുല്ലി മസ്ജിദി, നിസ്കാര സമയത്ത്. മനസ്സിലാക്കട്ടോ. അപ്പൊ അതിൽ നിന്ന് ഞാൻ ചോദ്യം ചോദിക്കാം. നിസ്കാരത്ത് സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം ഔറത്താണ്. അതായത് അതൊക്കെ പുറത്തു വിടാം, ബാക്കിയൊക്കെ ഉള്ളിലാക്കണം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം നിസ്കാരത്തില് സ്ത്രീയുടെ ഔറത്താണ്. പുരുഷന്റെ ഔറത്ത് ഏതാണ്? പുരുഷന്റെ ഔറത്ത് ഏതാണ്? കീറിയ പാൻറ്റൊക്കെ ഇട്ടാല് അത് നിസ്കാരം സ്വഹിയാവൂല, ശരിയാവൂല. അപ്പൊ അവിടെ ഔറത്ത് വെളിവാകും. അപ്പൊ പുരുഷന്റെ നിസ്കാരം ശരിയാവൂല. അതുപോലെ അന്യ പുരുഷന്മാരുടെ, അതായത് അന്യരുടെ മുമ്പില്, അന്യ ആൾക്കാരുടെ മുന്നിൽ സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? അവളെ ശരീരം മുഴുവൻ ഔറത്താണ്. അപ്പൊ അവള് മുഖവും മുൻകൈ പോലും പുറത്തു വിടരുത് അന്യ ഒരാളെ മുൻപില്. മനസ്സിലായില്ലേ? ശരീരം മുഴുവനും ഔറത്താണ്. അപ്പൊ അതാണ് അവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. പിന്നെ അല്ലാഹു തആല പറഞ്ഞു, എന്താ പഠിപ്പിച്ചത്? അല്ലാഹു തആല എന്താ പഠിപ്പിച്ചത്? നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുക. നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയായ വസ്ത്രം ധരിക്കുക. അടുത്ത പുരുഷന്റെ ഉത്തമമായ വസ്ത്രം ഏതാണ്? പുരുഷന് ഉത്തമമായ വസ്ത്രം ഏതാണ്? എന്താ പറയാ? പുരുഷന് ഉത്തമമായത് വെള്ള വസ്ത്രമാണ്. ഒരാൾ ഒറ്റക്കാണെങ്കിൽ അയാൾ ഔറത്ത് മറക്കേണ്ടതുണ്ടോ? ഒറ്റക്കാണ്, റൂമില് ആരുമില്ല. അപ്പൊ അവിടെ ഒരു ഔറത്ത് മറക്കേണ്ടതുണ്ടോ? മറക്കണം. വെരി ഗുഡ്. ഒരാൾ ഒറ്റക്കാണെങ്കിലും ഔറത്ത് മറക്കണം. മനസ്സിലായില്ലേ? അവിടെ പാഠത്തിലെ വസ്ത്രധാരണത്തെ കുറിച്ച് പാഠത്തിൽ നൽകിയ ആയത്ത് ഏതാണ്? അതിന്റെ ആശയം എന്താണ്? എന്താണ് ആയത്ത്? ആ ബോക്സിൽ വന്നതാണ് ആയത്ത്. എന്താണ്? ഹുദൂ സീനത്തുക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ. അപ്പൊ അതിന്റെ ആശയം എന്താണ്? നിസ്കാര സമയത്ത് നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. അത്രയാണ് അതിന്റെ തദ്രിബാത്തൊക്കെ ഉള്ളത് കേട്ടോ. ഹുദൂ സീനത്തും ഇന്ദ കുല്ലി മസ്ജിദിൻ. നിസ്കാര സമയത്ത് നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചത്? എന്താ പറയാ? ഈ വേഷം ധരിക്കാൻ പാടില്ല. പുരുഷ സ്ത്രീ വേഷം ധരിക്കാൻ പാടില്ല. പുരുഷ സ്ത്രീകൾ സ്ത്രീ പുരുഷന്റെ വേഷവും ധരിക്കാൻ പാടില്ല. ഒന്നും കൂടെ പറഞ്ഞിട്ട്. പുരുഷന്റെ വേഷം സ്ത്രീ ധരിക്കാൻ പാടില്ല. പുരുഷന്റെ വേഷം സ്ത്രീ ധരിക്കാൻ പാടില്ല. സ്ത്രീന്റെ വേഷം പുരുഷനും ധരിക്കാൻ പാടില്ല. അപ്പൊ അവരെ ശപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നന്നായിട്ട് നാളത്തേക്ക് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത പാഠഭാഗത്തിൽ റിവിഷനായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളും പാഠത്തിൽ നിന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങളും ഒക്കെ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഓരോ ചോദ്യങ്ങളും എഴുതി നോക്കുക. നാളെ ഞാൻ ഈ
ഈ ചോദ്യങ്ങളൊക്കെ ക്ലാസ്സിൽ എഴുതിക്കുകയാണ് ചെയ്യുക. ഞാൻ ചോദ്യം ചോദിക്കും, ആൻസർ എഴുതി തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ആ പാടൊന്ന് വായിച്ചിട്ട് വോയിസും ചെയ്യണം കേട്ടോ വാട്സപ്പിലേക്ക്. ഓക്കെ.